ഒരു കാര്യവും നമ്മുടെ ഇഷ്ടത്തിന് നടക്കില്ല. നമുക്ക് സങ്കല്പം എത്ര വേണമാകാം, സങ്കല്പിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അത് ഈശ്വരൻ നമുക്കൊരു സങ്കല്പത്തിന് ഈശ്വരൻ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്, സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. പക്ഷേ ഈ സങ്കല്പത്തിനപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനുള്ള അധികാരവും നിനക്കില്ല. എല്ലാം ഈശ്വരൻ്റെ ഹിതമനുസരിച്ച് മാത്രമാണ് സംഭവിക്കുന്നത്. എങ്ങനെ? ഭഗവാൻ പറഞ്ഞു കൊടുത്തത് പാവകളി പോലെയാണ്. പാവകളിക്കുന്ന ആ പാവകളിക്കാരൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ കാഴ്ചക്കാരുടെ മുമ്പിൽ മനോഹരമായി കളിക്കുന്നത് നമുക്ക് കാണാം. പല പല കഥാപാത്രങ്ങളായിട്ട് പാവകൾ വന്ന് കളിക്കും. പക്ഷേ ആ ചരട്, പാവകളിൽ കെട്ടിയിരിക്കുന്ന ആ ചരട്, ആ പാവകളിക്കാരൻ്റെ വിരലനക്കുന്നത് അനുസരിച്ച് മാത്രമേ ആ പാവകൾ ചലിക്കുകയുള്ളൂ, ആ പാവകൾ അഭിനയിക്കുകയുള്ളൂ, ആ പാവകൾ എക്സ്പ്രഷൻസ് കൊടുക്കുകയുള്ളൂ. ആ വിരലിൽ ആ ചരട് കെട്ടിയിരിക്കുന്നതിന് എന്തെങ്കിലും ഒരു സംഭവം പൊട്ടിപ്പോയാൽ ആ പാവ പിന്നെ അനങ്ങുകയില്ല. അതാണ് ഭഗവാൻ പറഞ്ഞത്, ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്റർ മഹാശിവനോട് പറഞ്ഞത്, നിനക്ക് സങ്കല്പിക്കാം, പക്ഷേ പ്രവർത്തിക്കുക എന്നത് എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു ചരടിൽ കെട്ടിയ പാവ പോലെയാണ് എല്ലാ ചരാചരങ്ങളും ഭഗവാന്റെ മുന്നിൽ. ചിലർ ധാരാളം സമ്പത്തുണ്ടാക്കും. ഭഗവാൻ മാസ്റ്റർ മഹാശയന് പറഞ്ഞു കൊടുക്കുന്നതാണ്. ചിലർ ധാരാളം സമ്പത്തുണ്ടാക്കും. ഈ സമ്പത്ത് വച്ചിട്ടാണ് ഈശ്വരനെ അളക്കാൻ ശ്രമിക്കുന്നത്. ഓരോരുത്തർ അവരവരുടെ സമ്പന്നതയ്ക്ക് അനുസരിച്ച് ഈശ്വരനെ അളന്നു കളയും. ചിലപ്പോൾ ഈശ്വരന് അതിൽ ചെറിയൊരു പങ്കൊക്കെ കൊടുത്തിട്ട് ഈശ്വരനെ പ്രീതിപ്പെടുത്തി കളയാൻ ശ്രമിക്കും, ചിന്തിച്ച് കളയും. അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഭഗവാന് ഒരു സ്വർണ്ണ കിരീടം, അല്ലെങ്കിൽ ഭഗവാന് വേണ്ടിയിട്ട് സ്വർണ്ണപാത്രങ്ങൾ, പൂജാദ്രവ്യത്തിന് സ്വർണ്ണപാത്രങ്ങൾ, സ്വർണ്ണ കിരീടം, പലപ്പോഴും കൂടുതലും സ്വർണ്ണ കിരീടമാണ്, അല്ലെങ്കിൽ അതുള്ള ആഭരണങ്ങൾ, മാല ഒക്കെ ഭഗവാന് സമർപ്പിച്ചു കളയും. അത് തൻ്റെ സമ്പന്നതയുടെ ഒരു പ്രതിഫലനമായിട്ടാണ് ഈ സമർപ്പണം. യഥാർത്ഥത്തിൽ സമർപ്പിക്കേണ്ടത് എന്താണ്?